സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാസ് ലോസ് ആണ് പറഞ്ഞു നിർത്തിയത്. രണ്ട് ലോസ് പഠിച്ചിരുന്നു, ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ലോ ആണ്. തേർഡ് ഗ്യാസ് ലോ എന്ന് പറഞ്ഞാൽ ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോ പറയുന്നത് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ്. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് ഒരു ഫിക്സ്ഡ് വോളിയം ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നു, അതുപോലെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതാണ് ഗേ-ലുസാക്സ് ലോ പറയുന്നത്. പ്രഷർ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പൊ അവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്, അതൊരു ഫിക്സ്ഡ് വോളിയം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടെയ്നറില് ഗ്യാസ് എടുത്തിട്ടുണ്ട്, ആ ഗ്യാസിന്റെ നമ്പറും ഫിക്സ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസില് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിനുള്ളിലുള്ള പ്രഷർ കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അതിനകത്തെ പ്രഷർ കുറയുന്നു എന്നതാണ് ഗേ-ലുസാക്സ് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, K3 × T. that is P/T = K3 എന്ന് എഴുതാം. ഇതാണ് ഗേ-ലുസാക്സ് ലോ. ഇത് ഗ്രാഫിലൂടെ കാണിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രഷർ y ആക്സിസിലും ടെമ്പറേച്ചർ x ആക്സിസിലും എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വരക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈൻസ് ആണ് കിട്ടുക. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു എന്ന് കാണിക്കുന്ന ലൈൻസ് ആണ്. അത് ഓരോ ഫിക്സ്ഡ് വോളിയത്തിലും ഓരോ ലൈനായിരിക്കും കിട്ടുക. ഇതിലെ ഓരോ ലൈനിനെ വിളിക്കുന്നതാണ് ഐസോകോർ. ഓരോ ലൈൻ ഗേ-ലുസാക്സ് ലോയിലെ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ അതിൽ കിട്ടുന്ന ഓരോ ലൈനിനെയും വിളിക്കുന്നതാണ് ഐസോകോർ. ഓക്കെ. നാലാമത് പറയുന്ന ലോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ എന്ന് പറയുന്നത് ഗ്യാസിന്റെ വോളിയവും എമൗണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എമൗണ്ട് ദാറ്റ് ഈസ് N, നമ്പർ ഓഫ് മോൾസ്. ഗ്യാസിന്റെ വോളിയവും അതിലെ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് അവഗാഡ്രോ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ലോ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു ഗ്യാസും ഈക്വൽ വോളിയം എടുക്കുകയാണെങ്കിൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു N. N എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഏത് ഗ്യാസും ആയിക്കോട്ടെ എടുക്കുന്ന വോളിയം ഈക്വൽ ആണെങ്കിൽ അതിൽ ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് മോൾസ്. ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് K4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ V = K4 × N എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാല് എത്രയായിരിക്കും? അതില് 6.022 × 10⁻23 അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇതിനെ അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ ഇത്രയും മോളിക്യൂൾസ് അതിൽ ഉണ്ടായിരിക്കും. ഇതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ N നമ്പർ ഓഫ് മോൾസ് എന്നുള്ളതിനെ മാസ് ബൈ മോളാർ മാസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നതിനെ മാസ് ബൈ മോളാർ മാസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ N = m/M. ആ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം? V = K4 × M / M. That is ഈ M നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. മോളാർ മാസ് വോളിയത്തിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. That is K4 × M/V എന്ന് പറയും. M/V എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അപ്പൊ എങ്ങനെ എഴുതാം? മോളാർ മാസ് K4 × ഡെൻസിറ്റി. അപ്പൊ ഇവിടെ ഗ്യാസിന്റെ മോളാർ മാസും ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ കൂടി കിട്ടുകയാണ്. ഓക്കെ. അപ്പോ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് ഈക്വൽ വോളിയത്തിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. ആ ഒരു ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു
condition, that is standard temperature and standard pressure. STP എന്ന് പറയും. STP, standard temperature, standard pressure. എത്രയാണ് standard temperature എന്നാല് 273.15 Kelvin, that is 0 degree Celsius. വാട്ടറിന്റെ freezing point 0 degree Celsiusനെയാണ് 0 degree Celsiusനെയാണ് standard temperature, that is 273.15 Kelvin എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 bar പ്രഷർ ആണ്. 1 bar പ്രഷറിനെയാണ് സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും ഒക്യുപ്പൈ ചെയ്യുന്ന ഗ്യാസിന്റെ സ്റ്റാൻഡേർഡ് വോളിയം എന്ന് പറഞ്ഞാൽ 22.71098 മോൾ പെർ ലിറ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രഷറിലെ 1 molar വോളിയം ഗ്യാസിന്റെ, അതായത് മോളാർ വോളിയം, 1 molar വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാല് അതിന്റെ വോളിയം ഇതാണ് 22.71098 മോൾ പെർ ലിറ്റർ ആണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസ്. എന്താണ് ഐഡിയൽ ഗ്യാസും അതുപോലെ എന്താണ് റിയൽ ഗ്യാസ്? നമ്മൾ ലോസ് പഠിച്ചു അല്ലെ? ഗ്യാസ് ലോസ്, ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ എന്നുള്ള ലോസ് പഠിച്ചു. അപ്പൊ ഈ എല്ലാ ഗ്യാസ് ലോസും ഒബേ ചെയ്യുന്ന ഗ്യാസിനെ വിളിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസ്. ഗ്യാസസ് വിച്ച് ഒബേ ഓൾ ഗ്യാസ് ലോസ്, ഓൾ കണ്ടീഷൻസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, എല്ലാ കണ്ടീഷൻസിലും എല്ലാ പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻസിലും ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ വിളിക്കുന്നതാണ് ഐഡിയൽ ഗ്യാസ്. എന്നാൽ ഗ്യാസ് ലോ ഒബേ ചെയ്യാത്ത ഗ്യാസിനെ വിളിക്കുന്നതാണ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസസ് വിച്ച് ഡു നോട്ട് ഒബേ ഗ്യാസ് ലോസ്. അതില് എങ്ങനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് ഡിറൈവ് ചെയ്യണം നോക്കാം. നമ്മൾ പഠിച്ച ലോസ് ഒക്കെ ഒന്ന് എഴുതാം. ഇപ്പോൾ ബോയ്സ് ലോ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്, അതായത് ടെമ്പറേച്ചറും എമൗണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടാം? V പ്രൊപ്പോർഷണൽ ടു 1/P. ഇതാണ് ബോയ്സ് ലോ പറയുന്നത്. അതുപോലെ കോൺസ്റ്റന്റ് പ്രഷറും നമ്പർ ഓഫ് മോൾസും ആണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു T. അതാണ് ചാൾസ് ലോ പറയുന്നത്. അവഗാഡ്രോ ലോ എന്താ പറയുന്നത്? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ V പ്രൊപ്പോർഷണൽ ടു N. അതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അപ്പൊ ഈ 3 ലോസും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം? ലെഫ്റ്റ് സൈഡിലൊക്കെ V ആണ്. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു റൈറ്റ് സൈഡിൽ N വരുന്നുണ്ട്, T വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ P വരുന്നുണ്ട്. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു NT/P എന്ന് എഴുതാം. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു, that is R. V equal to R into NT divided by P. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? PV equal to nRT എന്ന് എഴുതാം. This equation is known as ideal gas equation. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ ഈ 3 ലോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷനെയാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. And it is also known as equation of state. അതായത് സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും വിളിക്കുന്നു. ഇവിടെ R എന്ന് പറഞ്ഞാല് ഒരു കോൺസ്റ്റന്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊടുത്ത കോൺസ്റ്റന്റ് ആണ്. That constant is called universal gas constant. അങ്ങനെ വിളിക്കാൻ കാരണം ഇതിന്റെ വാല്യൂ എല്ലാ ഗ്യാസിനും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് R നെ വിളിക്കുന്നത്. ഈ R ന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇത് നമുക്ക് 3 യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. R ന്റെ വാല്യൂ 8.314 into 10⁻⁻² ബാർ ലിറ്റർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അതുപോലെ മറ്റൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അപ്പൊ 8.314 എന്ന് പറയുന്ന വാല്യൂ ആണ് R ന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി ഈ ഒരു ഗ്യാസ് എടുത്തിട്ട് അതിലെ പ്രഷർ P1ഉം ടെമ്പറേച്ചർ T1ഉം അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം V1ഉം ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്യാസ്, ആ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് അതിന്റെ പ്രഷർ P2 ആയി ചേഞ്ച് വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ T2ഉം അതുപോലെ അതിന്റെ വോളിയം V2 ആയിട്ട് മാറും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? P1 V1/T1 equal to NR എന്ന് എഴുതാം. അതായത് പ്രഷർ P1ഉം ടെമ്പറേച്ചർ T1ഉം വോളിയം V1ഉം ആണെങ്കിൽ എങ്ങനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതാം? P1 V1/T1 equal to NR എന്ന് എഴുതാം. ഇവിടെ ഉള്ള ഈ PV equal to NRTയിലെ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതായത് PV/T. ഓക്കെ, എന്ത് ചെയ്യാം? ആ T റൈറ്റ് സൈഡിലെ ടീനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ PV/T equal to NR എന്ന് എഴുതാം.
അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് n എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. R പിന്നെ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. പിന്നെന്താ വരുന്നത്, സെയിം എന്നുള്ള ഗ്യാസിന്റെ പ്രഷർ P2 ആയിട്ട് മാറുന്നു, വോളിയം V2 ആയിട്ട് മാറും, ആ സമയത്ത് ടെമ്പറേച്ചർ T2 ആയിട്ട് മാറും. അപ്പൊ അവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം, P2 V2/T2 = nR. ഇവിടെ രണ്ടിലെയും റൈറ്റ് സൈഡിലെ nR കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതും, P1 V1/T1 = P2 V2/T2. ദിസ് ഈസ് നോൺ ആസ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഈ ഇക്വേഷനെ വിളിക്കുന്നതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഇപ്പോൾ പ്രോബ്ലത്തിനൊക്കെ ഇക്വേഷൻ ഉണ്ടാവും, അതായത് 6 ക്വാണ്ടിറ്റി ഉണ്ട്, അതിൽ 5 ക്വാണ്ടിറ്റിയുടെ വാല്യൂ തന്നിട്ട് 6th വൺ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പൈൻഡ് ഗ്യാസ് ലോ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ് എന്നുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഐഡിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്ന ഗ്യാസിനെയാണ് റിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് റിയൽ ഗ്യാസ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഗ്യാസിലോ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഒബേ ചെയ്യുന്ന ഗ്യാസുകളാണ് ഐഡിയൽ ഗ്യാസ്. അതുപോലെ ഗ്യാസിലോ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ഒബേ ചെയ്യാത്ത ഗ്യാസസിനെയാണ് റിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ PV = nRT എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന് ഫോളോ ചെയ്യാത്ത ഗ്യാസ് ആണ് റിയൽ ഗ്യാസസ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രഷർ, വോളിയം, അതുപോലെ പ്രഷർ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ചില ഗ്യാസ് എടുത്തിട്ട് ഐഡിയൽ ഗ്യാസും അതുപോലെ റിയൽ ഗ്യാസും എടുത്തിട്ട് അതിന്റെ y ആക്സിസിൽ PV എന്ന് പറയുമ്പോൾ പ്രഷറും വോളിയം തമ്മിലുള്ള പ്രോഡക്റ്റ്, അതുപോലെ x ആക്സിസിൽ പ്രഷറും പ്ലോട്ട് ചെയ്യാം. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ അവിടെ കാണാൻ 2 തരത്തിലുള്ള ബിഹേവിയർ ആണ് അവിടെ കാണുന്നത്. ഇവിടെ ഐഡിയൽ ഗ്യാസിന്റെ കേസില് അവർക്ക് കിട്ടുന്ന PV എന്ന് പറയുന്ന PV അഗെയിൻസ്റ്റ് P കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, പാരലൽ ടു x ആക്സിസ്. പ്രഷർ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് കിട്ടുന്നത്. അതായത് അവിടെ പ്രഷർ ഏത് പ്രഷറിലായാലും അതിന് PV എന്ന് പറയുന്നത് ഒരൊറ്റ വാല്യൂ ആണ് കിട്ടുന്നത്, കോൺസ്റ്റന്റ് ആണ്. PVയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ ഏത് പ്രഷർ ഏതായിക്കോട്ടെ, ലോ പ്രഷർ ആയിക്കോട്ടെ, ഹൈ പ്രഷർ ആയിക്കോട്ടെ, പക്ഷെ PVയുടെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. PV = കോൺസ്റ്റന്റ്. അതായത് നമ്മൾ ബോയ്സ് ലോ പറഞ്ഞിട്ടുണ്ടല്ലേ, PV = കോൺസ്റ്റന്റ്. അതാണ് ഐഡിയൽ ഗ്യാസിൽ കിട്ടുന്ന കർവ് ഗ്രാഫ്. എന്നാൽ വേറെ റിയൽ ഗ്യാസസിന് 2 തരത്തിലുള്ള കർവാണ് അവിടെ കിട്ടുന്നത്. അവയ്ക്ക് ഈ ഐഡിയൽ ഗ്യാസിന്റെ ലൈനിൽ നിന്നും ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഐഡിയൽ ഗ്യാസിന് കിട്ടിയ പോലെയുള്ള ലൈനല്ല കിട്ടുന്നത്, അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കർവാണ് കിട്ടുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ട്. ഇപ്പോൾ ഡൈഹൈഡ്രജനും ഹീലിയം നോക്കുകയാണെങ്കിൽ അവരുടെ ലൈൻ എങ്ങനെയാണ്, PV ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് PVയുടെ വാല്യൂ കൂടി വരുന്നതായിട്ടാണ് ഹീലിയത്തിനും ഡൈഹൈഡ്രജനും കാണുന്നത്. എന്നാൽ കാർബൺ മോണോക്സൈഡ് അതുപോലെ മീഥൈൻ COCH4 ഈ 2 ഗ്യാസസിന്റെ കേസിൽ എന്താണ്, അവരുടെ കേസില് ആദ്യം ലോ പ്രഷറില് ഇങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് PVയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്, അതായത് താഴേക്കാണ് വരുന്നത്. അതായത് അവിടെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്, ഡിക്രീസ് ചെയ്യണം PVയുടെ വാല്യൂ. പ്രഷർ ഇൻക്രീസ് ചെയ്യും, പതുക്കെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് PVയുടെ വാല്യൂ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നു. എന്നിട്ട് ഒരു മിനിമം വാല്യൂയിൽ എത്തിയതിന് ശേഷം പിന്നീട് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ PVയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഐഡിയൽ ഗ്യാസിന്റെ ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് പിന്നീട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. എങ്ങനെയാണ്, കാർബൺ മോണോക്സൈഡ് മീഥൈൻ കേസിൽ ആദ്യം പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ PVയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, പിന്നീട് ഒരു മിനിമം വാല്യൂയിൽ എത്തിയതിനു ശേഷം P ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് PVയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം ഐഡിയൽ ഗ്യാസിന്റെ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഗ്യാസസ് ആണ് റിയൽ ഗ്യാസസ്. അവരെന്താ ചെയ്യുന്നത്, ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഐഡിയൽ ഗ്യാസിൽ നിന്നും റിയൽ ഗ്യാസസ് ഡീവിയേഷൻ കാണിക്കാൻ കാരണം, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് അവര് ഡീവിയേഷൻ കാണിക്കുന്നത്? ഐഡിയൽ ഗ്യാസിനെ കുറിച്ചിട്ടുള്ള ഒരു തിയറിയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്.
ഈ കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ദാറ്റ് ഈസ് there is no force of attraction between gas particles. ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ പരസ്പരം എന്തില്ല, അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. അതൊരു കാര്യമാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്നത്. അതുപോലെ തന്നെ കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, ദി വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. അതായത് ടോട്ടൽ വോളിയം, ഗ്യാസിന്റെ ടോട്ടൽ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെയും വോളിയം എന്ന് പറഞ്ഞാല് വളരെ ചെറുതാണ്, നെഗ്ലിജിബിളി സ്മോൾ, വളരെ ചെറുതാണ്. നമുക്കറിയാം, ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാല് അതിൽ ഒരുപാട് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഒന്നല്ല ഒരുപാട് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറഞ്ഞാല് അവിടെയുള്ള ടോട്ടൽ സ്പേസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഈ രണ്ട് കാര്യമാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്നത്. എന്നാൽ ആ രണ്ട് കാര്യവും കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്കാം, there is no force of attraction between gas particles ആണ്. ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അതായത് ഇപ്പോൾ ഇതൊരു ഗ്യാസ് പാർട്ടിക്കിൾ ആണ്, ഇതൊരു ഗ്യാസ് പാർട്ടിക്കിൾ ആണ്, ഇവർക്ക് തമ്മിൽ എന്തില്ല, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പരസ്പരം അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇല്ല. എന്നാൽ നമുക്കറിയാവുന്നതാണ്, ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഗ്യാസിനെ അതിൽ ഹൈ പ്രഷർ കൊടുത്തുകൊണ്ട്, അതായത് അതിനെ കംപ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറും. അപ്പൊ ഈ ലിക്വിഡായിട്ട് മാറുമ്പോൾ, അതായത് നമ്മളിവിടെ കംപ്രസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിൽ ക്ലോസ്, അടുത്തേക്ക് വരും അല്ലെ. അത് ക്ലോസർ ടു ഈച്ച് അതർ, പരസ്പരം എന്ത് ചെയ്യും, അടുത്തേക്ക് വരും. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ കൈനറ്റിക് മോളിക്കുലർ തിയറി എന്താ പറഞ്ഞത്, ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. എങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇവിടെ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ കാരണം അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, കംപ്രഷൻ ആണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ കൊടുക്കാണ്. അപ്പൊ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് അടുത്തടുത്തേക്ക് വരുന്നു. അപ്പോ ഹൈ പ്രഷറിലാണ് ഐഡിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അതായത് ഐഡിയൽ ഗ്യാസ് നേച്ചർ, അതിന്റെ ഐഡിയൽ ഗ്യാസിന്റെ ബിഹേവിയർ അത് ഡീവിയേറ്റ് ചെയ്യുന്നപ്പോഴേ ഹൈ പ്രഷറിൽ. അതാണ് റിയൽ ഗ്യാസ്. ഐഡിയൽ ബിഹേവിയർ ചേഞ്ച് വരുമ്പോൾ അതെന്താണ്, റിയൽ ഗ്യാസസ് ആണ്. അപ്പൊ ഹൈ പ്രഷറിലാണ് അവര് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഹൈ പ്രഷറിൽ ഡീവിയേഷൻ കാണിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുന്നു. അപ്പൊ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പൊ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഒരു കണ്ടെയ്നറിലാണ്. ഇവിടെ ഒരു കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ, സാധാരണ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ കണ്ടെയ്നറിന്റെ വാൾസിലൊക്കെ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ ഒക്കെ വന്നിട്ട് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യും, ഈ വാൾസിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആ ഗ്യാസിന്റെ പ്രഷർ, ടോട്ടൽ പ്രഷർ കിട്ടുക. എന്നാൽ ഇവിടെ ഹൈ പ്രഷർ വരുമ്പോൾ, ഹൈ പ്രഷറിൽ ഈ ഗ്യാസ് പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരികയാണ്. ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വാൾസിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതെന്ത് ചെയ്യും, ഫുൾ ഇമ്പാക്ട് അവിടെ അതിന്റെ വാൾസിൽ കിട്ടുന്നില്ല. അതിന് കാരണം എന്താണ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ അടുത്ത പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഫുൾ ബാക്ക്, അതിന് ബാക്കിലോട്ട് വലിക്കുന്നുണ്ടോ, ഇതിങ്ങനെ വാൾസിലേക്ക് ഹിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനെ മറ്റൊരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ബാക്കിലോട്ട് പുൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വാൾസ് ഓഫ് കണ്ടെയ്നറിലെ അതിന്റെ മുഴുവനായിട്ടുള്ള പ്രഷറും എക്സേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷറിനേക്കാളും കുറവായിരിക്കും റിയൽ ഗ്യാസിന്റെ പ്രഷർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് PV=nRT എന്ന് പറയുന്ന ഇക്വേഷന് ഇത് ഐഡിയൽ ഗ്യാസിന്റെ ആണ്. അപ്പൊ അവിടെ ഇത് P എന്ന് പറയുമ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ആണ്. അപ്പൊ ഇവിടെ റിയൽ ഗ്യാസ് വരുമ്പോൾ അവയുടെ പ്രഷർ എന്തായും ഐഡിയൽ ഗ്യാസിന്റെ ടോട്ടൽ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനെ എങ്ങനെ എഴുതാം, പ്രഷർ ഓഫ് റിയൽ ഗ്യാസ്, റിയൽ ഗ്യാസിന്റെ പ്രഷർ പ്ലസ് കൂടെ ഒരു കറക്ഷൻ ടേം കൂടി വരും, ഒരു എക്സ്ട്രാ ഒരു കറക്ഷൻ ടേം കൂടി വരും. കാരണം ഇവിടെ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറും റിയൽ ഗ്യാസിന്റെ പ്രഷറും കൂടി നോക്കുമ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനേക്കാളും കുറവായിരിക്കും റിയൽ ഗ്യാസിന്റെ പ്രഷർ. കാരണം അവ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഐഡിയൽ ഗ്യാസിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. റിയൽ ഗ്യാസ് വരുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ടോട്ടൽ പ്രഷർ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിന് എങ്ങനെ എഴുതാൻ പറ്റും, റിയൽ ഗ്യാസിന്റെ പ്രഷർ പ്ലസ് AN²/V² എന്ന് പറയുന്ന ഒരു കറക്ഷൻ ടേം കൂടി എഴുതാം. മറ്റൊന്ന്,
ഈ ഐഡിയൽ ഗ്യാസിന്റെയും റിയൽ ഗ്യാസിന്റെയും വേറൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രഷറും വോളിയം തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ രീതിയിലാണ് കാണുന്നത്. എന്താണ് കാണുന്നത്? ഹൈ പ്രഷറിൽ, പ്രഷർ ഹൈ ആയിരിക്കുമ്പോൾ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനേക്കാളും കൂടുതലാണ് അല്ലെ. ഹൈ പ്രഷറിൽ ഇവിടെയാണ് റിയൽ ഗ്യാസിന്റെ വോളിയം നോക്കുക, ഈ ഒരു വാല്യൂ ആണ് വരുന്നത്. എന്നാൽ അതേ പ്രഷറിൽ തന്നെ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം നോക്കണമെങ്കിലോ ഈ ഒരു വാല്യൂ. അപ്പോൾ ഹൈ പ്രഷറിൽ പ്രഷർ കൂടുമ്പോൾ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിനേക്കാളും എന്താണ് കൂടുതലായിട്ടാണ് വരുന്നത്. എന്നാൽ കൈനറ്റിക് മോളിക്കുലർ തിയറി എന്താണ് പറഞ്ഞത്? ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെയും വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പേസിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിന്റെയും വോളിയം കോയിൻസൈഡ് ചെയ്തിട്ടാണ് കാണേണ്ടത്. പക്ഷെ ഹൈ പ്രഷറിൽ അങ്ങനെ രണ്ടിന്റെയും വാല്യൂ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? ഏകദേശം ലോ പ്രഷർ എത്തുമ്പോൾ അവർ ഏകദേശം രണ്ടിന്റെയും വോളിയം ഒരേപോലെയാണ്, ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാ കണ്ടീഷനിലും രണ്ടിന്റെയും വോളിയം ഈക്വൽ ആവണം. കൈനറ്റിക് മോളിക്കുലർ തിയറി പറയുന്ന പോയിന്റ് എന്താണ്? ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പേസിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയം തമ്മിൽ ഒരു വലിയൊരു ചേഞ്ച് കാണിക്കേണ്ടതില്ല. പക്ഷെ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചേഞ്ച് കാണിക്കുന്നുണ്ട്. അവിടെയും റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ ഹൈ പ്രഷർ വരുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈ പ്രഷർ വരുമ്പോൾ ഇവിടെ സാധാരണ ഗ്യാസ് പാർട്ടിക്കിൾസ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് തമ്മിൽ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്തിട്ട്, അതായത് എല്ലായിടത്തേക്കും മൂവ് ചെയ്ത് വളരെ സ്പേസിൽ എന്തെങ്കിലും ഡിഫ്യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. എന്നാൽ ഹൈ പ്രഷർ വരുമ്പോൾ അവിടെ എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരികയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോൾ അവ ആദ്യം കൂടുതൽ വോളിയത്തിൽ അവയ്ക്ക് എന്തെങ്കിലും പറ്റും? മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ. ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ സ്പേസിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഹൈ പ്രഷർ വന്നപ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തെന്നു? അട്രാക്റ്റീവ് ഫോഴ്സ് വന്നപ്പോഴേ അവയ്ക്ക് കൂടുതൽ സ്പേസിലെ കൂടുതൽ വോളിയത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് റിയൽ ഗ്യാസിന്റെ കേസിൽ ആ വോളിയം എന്ത് ചെയ്തു? നേരത്തെ ഉണ്ടായിരുന്ന ടോട്ടൽ വോളിയം എന്ത് ചെയ്തു? V മൈനസ് NB എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് അത് എന്ത് ചെയ്തു? അത് ചുരുങ്ങി. അതിന്റെ വോളിയം ആ ഒരു V എന്ന് പറയുന്ന ടോട്ടൽ വോളിയത്തിൽ നിന്നും V മൈനസ് NB എന്ന് പറയുന്ന ഒരു വോളിയത്തിലേക്ക് എന്ത് ചെയ്തു? അതിന്റെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? V മൈനസ് NB, അതായത് ടോട്ടൽ വോളിയത്തിൽ നിന്നും NB എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ വോളിയം എന്തായിരുന്നോ ആ വോളിയം മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന വോളിയത്തിലാണ് ഗ്യാസിന് എന്തേ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വോളിയത്തിലും ഒരു കറക്ഷൻ ടേം വന്നു. അപ്പൊ ഈ പ്രഷറിൽ വന്ന കറക്ഷൻ ടേമും വോളിയത്തിൽ വന്ന കറക്ഷൻ ടേമും കൂടിയിട്ട് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടുക? പിക്ക് പകരം എന്ത് ചെയ്തു? P പ്ലസ് AN²/V² എന്ന് വന്നു. വിക്ക് പകരം V മൈനസ് NB, ദെൻ റൈറ്റ് സൈഡിൽ nRT. ഈ ഇക്വേഷനെ വിളിക്കുന്നതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഒന്ന് ഹൈ പ്രഷർ, മറ്റൊന്നാണ് ലോ ടെമ്പറേച്ചർ. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലാണ് അത് ഡീവിയേഷൻ കാണിക്കുന്നത്. ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ലോ കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലെ. ടെമ്പറേച്ചറും കൈനറ്റിക് എനർജി തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പൊ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ലോ കൈനറ്റിക് എനർജി ആയിരിക്കും. ഗ്യാസ് പാർട്ടിക്കിൾസിനെ കൂടുതലായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ആ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഹൈ പ്രഷർ, മറ്റൊന്ന് ലോ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മളിവിടെ റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ അതെങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, ഏത് കണ്ടീഷനിലാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. റിയൽ ഗ്യാസസ് ഡീവിയേഷൻ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡീവിയേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. EZ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു മാഗ്നിറ്റ്യൂഡിലാണ് ഈ ഡീവിയേഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് EZ എന്ന് പറഞ്ഞാൽ PV/nRT ആണ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ
ഇസെറ്റിന്റെ വാല്യൂ 1 ആയിരിക്കും. റിയൽ ഗ്യാസ് ആണെങ്കിൽ ഇസെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. ഇങ്ങനെയാണ് ആ ഗ്രാഫ് കിട്ടുക, ഡീവിയേഷൻ കാണിക്കുന്നത്. ഇസെറ്റ് ഈക്വൽ ടു പി വി ബൈ NRT. അത് 1 ആയിരിക്കും ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ. ആ വാല്യൂ എന്താണ്? 1 ആയിരിക്കും ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ. അറ്റ് എനി പ്രഷർ, ഏത് പ്രഷറിലും അതിന്റെ വാല്യൂ 1 ആയിരിക്കും. എന്നാൽ റിയൽ ഗ്യാസസ് ആണെങ്കിൽ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇസെറ്റിന് കംപ്രസിബിലിറ്റി ഫാക്ടറിന് മറ്റൊരു ഇക്വേഷൻ കൂടി എഴുതാം. വോളിയം ഓഫ് റിയൽ ഗ്യാസ് ബൈ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ടില്ലേ, റിയൽ ഗ്യാസിന്റെ വോളിയം ഐഡിയൽ ഗ്യാസിന്റെ വോളിയത്തേക്കാൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു റേഷ്യോ റിയൽ ഗ്യാസിന്റെ വോളിയം ടു ഐഡിയൽ ഗ്യാസിന്റെ വോളിയം ഈക്വൽ ടു എന്താണ്? ഡീവിയേഷൻ ആണ് ഇസെറ്റ് എന്ന് പറയുന്ന കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇനി ഈ റിയൽ ഗ്യാസസ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഐഡിയൽ ബിഹേവിയർ കാണിക്കും. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വിളിക്കുന്നതാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ്. അപ്പൊ എല്ലാ കണ്ടീഷൻസിലും റിയൽ ഗ്യാസസ് എന്ത് ചെയ്യില്ല? ഐഡിയൽ ബിഹേവിയർ കാണിക്കൂല. ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന, അതായത് ഐഡിയൽ ഗ്യാസിലോസ് ഒബേ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവഗാഡ്രോ ലോ, ഗെയിം-സാക്സ് ലോ, പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, എന്താണ് ഐഡിയൽ ഗ്യാസ്, എന്താണ് റിയൽ ഗ്യാസ് എന്നുള്ള കാര്യം പറഞ്ഞു. എങ്ങനെയാണ് റിയൽ ഗ്യാസ് ഡീവിയേഷൻ കാണിക്കുന്നത്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് കാണിക്കുന്നത്, ആ ഡീവിയേഷൻ മെഷർ ചെയ്യുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന ടേമിലൂടെയാണ്. ഓക്കെ, ബാക്കി ഈ ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.